അപ്പൊ എല്ലാവർക്കും അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടങ്ങാം. നമ്മൾ ഇന്ന് കുറച്ച് ഓട്ടോമായിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ആദ്യത്തെ അപ്ഡേറ്റ് എക്കോന്റെ അനൗൺസ്മെന്റ് ആണ്. അതിന്റെ അപ്ഡേറ്റ്സിനെ പറ്റി നമുക്ക് അറിയാമായിരുന്നു, പക്ഷെ അത് ഏർലി ആയി പോകുന്നു കരുതിയിട്ട് നമ്മൾ അത് കഴിഞ്ഞ ഇതിൽ പറയായിരുന്നത്. അതായത് കിഷ്കിന്റെ കാന്തൻ ടീമിന്റെ ഒപ്പം റൈറ്ററും ഡയറക്ടറും ബാഹുൽ രമേശ്, ദിൻഷി തയ്യത്താൻ എടുക്കുന്ന പുതിയ സിനിമയിൽ നമ്മളെ സന്ദീപ് പ്രദീപ് നായകനായിട്ട് അഭിനയിക്കുന്നു. ആ സിനിമ വളരെ വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമ. അതിന്റെ പോസ്റ്ററും വളരെ രസമായിരുന്നു. ഒരു ഇൻ ടു ദി വൈൽഡ് മാതിരി ഒരു സംഗതി. അതെ 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 വെച്ചാല് പടക്കൾ ഇറങ്ങിയിട്ട് കുറെ ആയി. പുള്ളിയുടെ ഒരു അപ്ഡേറ്റ് അടുത്തത് ഒരെണ്ണം വന്നിട്ടില്ല. അപ്പൊ അതെന്തായാലും നല്ലൊരു പടം തന്നെ ആയിരിക്കട്ടെ. ഇനി നെക്സ്റ്റ് പാട്രിയറ്റിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അത് നമുക്കും സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഏതോ കാലത്ത് നമ്മൾ പറഞ്ഞതാണ് അതിന്റെ പാട്രിയറ്റ് ആണ് പേര് എന്നുള്ളത്. എന്നുള്ളത് പാട്രിയറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ടീസർ വരുന്നത് കൂടിയിട്ടാണ് ഒഫീഷ്യലായിട്ട് പേര് അനൗൺസ് ചെയ്തത്. അപ്പൊ ട്രെയിലർ വന്നു, എല്ലാവരും ട്രെയിലർ കണ്ടിട്ട് അന്തം. ഈ ഞാൻ പറയട്ടെ, ട്രെയിലറിന് കുറെ ഹേറ്റേഴ്സ് ഉണ്ട്. അതുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വിചാരിച്ചിരുന്ന ഒരു കമേഴ്ഷ്യൽ ഫിലിം 2020 പോലൊരു. എനിക്കിതിൽ ഇക്കാര്യത്തില് മഹേഷ് നാരായണ ഒരിക്കലും 2020 പോലൊരു പടം എടുക്കില്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ക്ലാസ് ലെവലിൽ കളർന്ന മാസ് സിനിമയാണ് അദ്ദേഹം ഉദ്ദേശിക്കേണ്ടത്. നമുക്ക് ടേക്ക് ഓഫ് ഫിലിമില് മാസ് മൊമെന്റ്സ് ഒരുപാട് ഇല്ലേ? അതിപ്പോ നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മാലിക്കിലും മാസ് മൊമെന്റ്സ് ഒരുപാടുണ്ട്. പക്ഷെ ആ സിനിമ മൊത്തത്തിൽ അങ്ങനെ എന്നാൽ എനിക്ക് ഇത് കംപ്ലീറ്റ് അവാർഡ് പടം പാരിയാവുന്ന ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ ആവരുതേന്ന് വിചാരിച്ചു. പിന്നെ ഇതിന്റെ കാസ്റ്റ് ഇപ്പോ മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോബൻ, ഫഹദ് ഫാസിൽ എന്ന് വരുമ്പോ അതിന്റെ വില്ലന്റെ ഒരു ഗ്യാങ്ങിനെ കാണിച്ചു. അതില് വില്ലൻസിന്റെ ഗ്യാങ്ങിനെ കാണിക്കുമ്പോൾ സിദ്ദീഖിന്റെ മകനെ അതിൽ കണ്ടു. ഒന്നാമത് ഈ സിദ്ദീഖിന്റെ മകനോട് ഫഹദ് വർത്താനം പറയുന്നുണ്ട്. അവർ ഒരുമിച്ച് വന്ന എന്താ ഉണ്ടാവുക വിഘ്നേഷിന് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഫഹദാണോ വില്ലൻ, കുഞ്ചാക്കോനാണോ വില്ലൻ എന്നൊരു കൺഫ്യൂഷൻ തലയിൽ. അത് പറയാൻ പറ്റില്ല. ഹാൻഡിക്യാപ്ഡ് ആയി പോയ രണ്ട് ഫ്രണ്ട്സ് ആയിട്ടും, അതായത് മമ്മൂട്ടിനെ ഒരു ഫൈറ്റ് സീൻ കാണിക്കും മമ്മൂട്ടിയുടെ കാലിന്റെ ഇതിലും, മോഹൻലാലും മമ്മൂട്ടിയും കൂടി കാണിക്കും മോഹൻലാൽ ഒരു വാക്കിംഗ് സ്റ്റിക്ക് കുത്തിയിട്ടുമാണ് നടക്കുന്നത്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. നയൻതാര മാതിരിയൊക്കെ രേവതി മാതിരിയൊക്കെ കുറച്ച് ആൾക്കാരുള്ളതാണ്. അടുത്ത് നമ്മുടെ മൂക്കുത്തി അമ്മ, ആ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അപ്ഡേറ്റ് അല്ലെങ്കിലും തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അപ്ഡേറ്റ് ഉണ്ട്. കാരണം അവിടെ സുന്ദർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഡയറക്ടർ തന്നെയാണ്. അത്രമേൽ കളക്ട് ചെയ്യാൻ കാലിബർ ഉള്ള ഒരു ഡയറക്ടർ തന്നെയാണ് പുള്ളിക്കാരൻ. അദ്ദേഹം ഒരു ആവറേജ് സിനിമ എടുത്താൽ പോലും അദ്ദേഹം 2012 റിലീസ് ചെയ്ത സിനിമ, അന്ന് ഷൂട്ട് ചെയ്ത സിനിമ റിലീസ് അല്ല, പ്രോപ്പർ റിലീസ് ആയിരുന്നു. അതെ, അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയപ്പോ തന്നെ അത് 50 ഒപ്പം ഇറങ്ങി ഒരു സിനിമയും 50 കോടി കൊണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ല, എന്താന്ന് വെച്ചാൽ സുന്ദർസിയുടെ കാര്യത്തിൽ എല്ലാവർക്കും മോശം സിനിമകൾ എടുക്കുന്ന ഡയറക്ടേഴ്സ് ഇവിടുത്തെ എല്ലാ ബുദ്ധിജീവികൾക്കും ഒരു ഇതുണ്ട്. അദ്ദേഹം അൻപശിവന്മാര് നല്ല സിനിമ എടുത്തപ്പോ അദ്ദേഹത്തിന് കിട്ടിയ അനുഭവം അല്ല, അദ്ദേഹം അതായത് ഇപ്പൊ സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ടും കമൽഹാസനെ വെച്ചിട്ടും ഡയറക്ട് ചെയ്ത അപൂർവം ഡയറക്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. പിന്നെ കഴിഞ്ഞ 4 ഡിക്കേഡിലും ഹിറ്റ് ഫിലിംസ് ഉള്ള ഒരേ ഒരു തമിഴ് ഡയറക്ടറും പുള്ളിക്കാരൻ. അപ്പൊ മൂക്കുത്തിയമ്മൻ സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. നയൻതാരയാണ് മെയിൻ ലീഡായിട്ട് വരുന്നത്. പിന്നെ ഉർവശി തുടങ്ങിയവരൊക്കെ ഉണ്ട്. ഈ മാസം, അതായത് ഒക്ടോബറിൽ സിനിമയുടെ ഷൂട്ട് കഴിയും. നമുക്കറിയാം, അതിന്റെ സിനിമയുടെ 1ാം ഭാഗം ആർജബലാജയുടെ പടമായിരുന്നു. പിന്നെ കറുപ്പ് സിനിമ വന്നപ്പോഴാണ് പുള്ളി സിനിമ വേണ്ടെന്ന് വെച്ചത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ബാഹുബലി 2 പാർട്ടും കൂടിയിട്ട് അത് ഒരുമിച്ച് ചേർത്തിട്ട് ഒറ്റ സിനിമ ആക്കിയിട്ട് ബാഹുബലി ദ എപ്പിക് എന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ 30 ഒരു റീ റിലീസ് തന്നെ പറയാം. പക്ഷെ ഒരു പുതിയ സിനിമ കാണുന്ന പോലെ നമുക്കൊരു 4 മണിക്കൂറിന്റെ ഉള്ളിൽ 2 ബാഹുബലി സിനിമയും കൂടെ ഒന്നിച്ച്. ആക്ച്വലി 3.5 മണിക്കൂർ എന്ന് കേട്ടത്. അത് എങ്ങനെ അവർ ചെയ്യും? ഞാൻ 4 മണിക്കൂർ എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 സിനിമ 3 മണിക്കൂറിന്, 2 സിനിമ 5.5 മണിക്കൂറിന് അതൊരു എന്താ പറയാ. പിന്നെ അതിന്റെ എവിടെയൊക്കെ ഈ നോൺ ലീനിയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ല. പുതിയൊരു സിനിമ, ആ സിനിമ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ സിനിമ കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോൾ ഇതൊരു സിനിമയാണെന്ന് തോന്നും വേണം. അതെ അതെ അതെ. അടുത്തത് ഓപ്പറേഷൻ കംബോഡിയ, തരുൺ മൂർത്തിയുടെ അടുത്ത സിനിമ. ഓപ്പറേഷൻ ജാവയുടെ ഒഫീഷ്യൽ സെക്കൻഡ് പാർട്ട് OPJ കൊടുത്തിട്ടുണ്ട്. പൃഥ്വിരാജാണ് സിനിമയിൽ നായകനായിട്ട് വരുന്നത്. മെയിൻ ചെയ്ത പുള്ളിയാണ്. പടത്തിന്റെ അനൗൺസ്മെന്റ് കുറച്ച് ഏർലി ആയെന്ന് വളരെ വളരെ ഏർലി ആയിട്ട് തോന്നുന്നു. കാരണം ടോർപിഡോ മാതിരി ഒരു പടം അനൗൺസ് ചെയ്യാൻ അതിന്റെ ഷൂട്ട് തുടങ്ങാൻ പോയിരിക്കുന്നതിന്റെ ഇടയിൽ നെക്സ്റ്റ് പടത്തിന്റെ അനൗൺസ്മെന്റ് ആണ്. ഇപ്പോഴും ടോർപിഡോ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഷൂട്ട് പോലും തുടങ്ങിയിട്ടില്ല. അതെ അതെ.
പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചാവയുടെ ഒരു കാസ്റ്റ് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് അത് ആരെ സിനിമ ഡയറക്ട് ചെയ്യണമെന്ന് മനസ്സിലാവും. കാരണം ലുക്മാൻ ഓറാൻ, ബിനു പപ്പു എന്നൊക്കെ പറയുമ്പോൾ അത് ആരുടെ ടീമാണെന്ന് ഇപ്പൊ ഏകദേശം അറിയാം. ആ കാസ്റ്റിന്റെ ഇതിലുണ്ട്. ലുക്മാൻ, ബിനു പപ്പു, ബാലു വർഗീസ്, അലക്സാണ്ടർ, പ്രശാന്ത് എല്ലാരും വരുന്നുണ്ട്. അടുത്തത് ഇർഷാദ്. അത് പറയണല്ലോ ഇസ്മാൻ. അടുത്തത് നമ്മുടെ ധനുഷ് 54, നമ്മുടെ വിഘ്നേഷ് രാജയുടെ പടം, പോർച്ചുഗൽ ഡയറക്ടർ. പടത്തിന് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സർപ്രൈസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. വളരെ നല്ലൊരു അയാൾക്ക് അടുത്ത പടം ഡയറക്ട് ചെയ്യണല്ലോ. അതെ. അപ്പൊ വളരെ പെട്ടെന്ന് ഷൂട്ട് തുടങ്ങി, വളരെ ലേറ്റ് ആയിട്ട് ഷൂട്ട് തുടങ്ങി, വളരെ പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ സിനിമ 2026 ഫെബ്രുവരിയിൽ റിലീസ് ആവുന്ന കേൾക്കുന്നത്. സിനിമയുടെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ് കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ ഡയറക്ട് ചെയ്യണതിന്റെ കാരണം കൊണ്ടാണ് ഈ സിനിമകൾ വരുന്നത്. പക്ഷെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ധനുഷ് ഗ്രാഫ് കുറഞ്ഞു പോവുകയാണോ എന്ന് സംശയത്തിലാണ് ഇപ്പൊ എല്ലാവരും. അത് ആ സിനിമയേക്കാൾ ചിലപ്പോ ഈ സിനിമ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇഡ്ലി കട. പക്ഷെ ഇതിനും വന്ന അഭിപ്രായം മോശമായിരുന്നു. അടുത്ത ബബ്ബ. ഡിസംബർ റിലീസ് ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ ആ സിനിമ ഒരു ക്ലാഷ് ആയി എന്നുള്ളത് ഉറപ്പായി. കാരണം ഡിസംബറിൽ നമുക്ക് സർവമായ എന്ന് പറഞ്ഞ സിനിമ, അത് പക്ഷെ ഡിസംബർ 25 ക്രിസ്മസിന് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ സിനിമ 19-ാം തീയതി ആണെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. 19-ാം തീയതിയാണ് അവതാരം റിലീസ് വരുന്നത്. അപ്പോ ക്ലാഷ് റിലീസ് ആയിട്ട് വരികയാണെങ്കിൽ തന്നെ ദിലീപിന്റെ വളരെ ഒരു കമ്പാക്ട് ഫിലിം എന്നുള്ള നിലയിൽ. പിന്നെ ദിലീപ് ഒറ്റക്കല്ലേ വരുന്നത്, ഒരു പടയോട് കൂടി. ലാലേട്ടൻ, പിന്നെ സുരേഷ് ഗോപി ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിനീത്, ധ്യാൻ, അതെ, സാന്റി മാസ്റ്റർ ഉണ്ട്. സാന്റി മാസ്റ്റർ ഇപ്പൊ കേരളത്തിൽ ഭയങ്കര ഫാൻ ബേസ് ആണ്. എന്തായാലും നല്ലൊരു പടം ആയിരിക്കട്ടെ. അടുത്ത നമ്മുടെ STR49. STR49ന്റെ അപ്ഡേറ്റ് ഒക്ടോബറിൽ പ്രൊമോ വരും. അത് നമ്മുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊമോ വരട്ടെ. കാരണം അതിലും കുറച്ച് ഇതായിട്ട് പോകുന്നുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ഫാസ്റ്റ് ആയിട്ട് നടക്കണം. കാരണം ഒരെണ്ണം ഡ്രോപ്പ് ചെയ്തിട്ടാണ് 49 ആയിട്ട് വരേണ്ട പടം ഇതായിരുന്നില്ലല്ലോ. അപ്പൊ ആ സിനിമയിൽ ഇപ്പൊ മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത് അനിയാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അതൊരു ആദ്യമായിട്ടായിരിക്കും അനിയും വെട്രിമാരനും കോമ്പോ. അതെ, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇതിന്റെ ഇടയിൽ വെട്രിമാരന്റെ സിനിമയും അഭിനയിക്കും. അതെ. അപ്പൊ അടുത്തത് കാട്ടാളൻ, നമ്മുടെ പെപ്പയുടെ പടം, ക്യൂബ്സ് എന്റർടൈൻമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം. അപ്പോ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കെച്ച മാസ്റ്റർ, നമ്മുടെ റെട്രോ പുള്ളി ചെയ്തത് കെച്ച മാസ്റ്റർ ആണ് സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫി വരുന്നത്. പിന്നെ പോൾ ജോർജ് ആണ് സിനിമയുടെ സംവിധായകൻ. സിനിമയുടെ കാസ്റ്റ് കണ്ടിട്ട് നമ്മൾ ഒരുപാട് വലിയ ആൾക്കാർ ആ കാസ്റ്റിലുണ്ട്. അപ്പൊ സിനിമ നന്നാവട്ടെ, നല്ലൊരു ആക്ഷൻ ഫിലിം വരട്ടെ. അടുത്തത് ആടിന്റെ ആട് 3യുടെ ഒരു അപ്ഡേറ്റ്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ മാതിരി ഇപ്പൊ പാലക്കാട് ഷൂട്ട് തുടങ്ങാൻ നമ്മൾ പറഞ്ഞിരുന്നു. പാലക്കാട് ഷൂട്ടില് സൈജു കുറുപ്പ് ജോയിൻ ചെയ്തു. അതെ, കറക്റ്റ് ആ മേക്കപ്പില് വന്നപ്പോ തന്നെ ഡ്രസ് കോസ്റ്റ്യൂം അതിൽ തന്നെ വന്ന് നോക്കുമ്പോ ആട് 3യുടെ ഒരു വൈബ് കിട്ടുന്നുണ്ട്. നമുക്കൊരു റിലീസ് പറയാനുള്ളത് കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും കമേഴ്ഷ്യൽ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. അത് ഇപ്പോ രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് ടീമിന്റെ ഭയങ്കര, അതായത് രതീഷ് വില്ലനായിട്ട് വന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആക്ച്വലി ആ സിനിമ ക്വാളിറ്റി വൈസ് വളരെ ലോ ക്വാളിറ്റി ആയിരുന്നു. പക്ഷെ ഇന്നലെ ടീസർ ഉണ്ടാക്കുമ്പോ ഇത്രയും നന്നായിട്ട് അവർ വർക്ക് ചെയ്തു എന്നുള്ള സാധനം കിട്ടിട്ടോ. അത് ഭയങ്കര രസമായിരുന്നു. അപ്പൊ എന്തായാലും അത് എക്സ്പീരിയൻസ് ആവട്ടെ.